വന്നൊരു ദിവസം കിടന്നുറങ്ങാൻ വന്നപ്പോ പുണ്യ നബി തങ്ങൾ പാതിരാത്രിയിൽ കടന്നു വന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉറങ്ങിയതുപോലെ കിടക്കുകയാണ്, ഉറങ്ങിയിട്ടില്ല. മൈമൂന ബീവിയോട് ആദ്യം ചോദിച്ചത് അസ്വല്ലൽ ഗുലാം, ഈ ചെറുപ്പക്കാരൻ നിസ്കരിച്ചിട്ടുണ്ടോ മൈമൂന? നമ്മൾ ചോദിക്കും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, ചോറ് കഴിച്ചിട്ടുണ്ടോ, അവര് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? നിബിതങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം അസ്വല്ലൽ ഗുലാം, നിസ്കരിക്കേണ്ട പ്രായമായ മോനാണിത്, അവർ നിസ്കരിച്ചിട്ടുണ്ടോ മൈമൂന ബീവി? നഅം, നിസ്കരിച്ചു നബിയെ, നിസ്കരിച്ചു, എന്റെ കൂടെയാണ് നിസ്കരിച്ചത്. ഹബീബായ നബി തങ്ങൾ രാത്രി നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി വന്നതായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ആ കുട്ടിയെക്കുറിച്ച് തങ്ങൾ അന്വേഷിക്കുന്നത് അസ്വല്ലൽ ഗുലാം, നിസ്കരിച്ചിട്ടുണ്ടോ? ഹജ്ജ് നടക്കുമ്പോൾ അറഫ മൈതാനം നിങ്ങളൊന്ന് ഓർത്തു നോക്കണേ, എന്തൊരു മനോഹരമാണ്. അല്ലാഹു അറഫയിൽ നിൽക്കുന്ന ദിവസം ദുൽഹിജ്ജ 9 അന്ന് അല്ലാഹു അറഫയിലുള്ള മുഴുവൻ ആളുകൾക്കും മലക്കുകളെ മുഴുവൻ സാക്ഷിയാക്കി പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഹജ്ജിനും ഉംറക്കും ഒരുപാട് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഈ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവരുടെ സഹോദരൻ ഹബീബിന്റെ കൂടെ ഒട്ടകത്തിന്റെ പിറകിലിരിക്കുന്നു. നിബിതങ്ങൾ ഹജ്ജിന്റെ മസലകൾ പറഞ്ഞു കൊടുക്കുന്ന സമയം ഇഫ്അൽ വലാ ഹറജ്, ഇഫ്അൽ വലാ ഹറജ്, ഇഫ്അൽ വലാ ഹറജ്, അന്ന് ചോദിച്ച ചോദ്യങ്ങളിൽ അധിക ചോദ്യങ്ങളുടെയും മറുപടി നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ല, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്നായിരുന്നു അത്രേ. അങ്ങനെ ഒരു പെണ്ണ് ഹബീബായ നിബിതങ്ങളുടെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചിരിക്കുന്നു. തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ പിതാവ് ഹജ്ജ് നിർബന്ധമായിരുന്ന സമയം ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ട്. എന്റെ പിതാവിന് പകരം എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? സ്വന്തം ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ പേരിൽ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമെന്ന മസല നിബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു ചെറുപ്പക്കാരി പെണ്ണ് നോക്കണം, അറഫ മുഴുവൻ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക കൊണ്ട്, തക്ബീർ കൊണ്ട്, തഹ്മീദ് കൊണ്ട്, സുബ്ഹാനല്ലാഹ് കൊണ്ട് മുഖരിതമായിരിക്കുകയാണ്. 1,23,000 സ്വഹാബിമാർ, പുണ്യനബിയുടെ അപ്പോസ്തലന്മാർ, ഹബീബായ നബിയുടെ കൂടെ നിൽക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത ഈ ലോകത്തിന്റെ ഏറ്റവും ശുദ്ധരായ മഹാത്മാക്കളെ അല്ലാഹു ഹബീബിന് സമ്മാനിച്ചവർ മുഴുവൻ ഹജ്ജിന് വന്ന സമയമാണത്. ആ ഹജ്ജിന്റെ രംഗമൊന്ന് ആലോചിച്ചു നോക്കൂ. ഹബീബിന്റെ കൂടെയുള്ള ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജായിരുന്നുവത്. ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് തങ്ങൾ ഒരു ഹജ്ജല്ലയോ ചെയ്തത്, ഇസ്ലാമിൽ ഒരു ഹജ്ജാണ് തങ്ങൾ ചെയ്തത്. ആ ഒരു ഹജ്ജിന് നബിയോടൊപ്പമുള്ളത് 1,23,000 സ്വഹാബിമാർ. അവര് മുഴുവനും തസ്ബീഹ് ചൊല്ലി കരയുകയാണ്. ലഅല്ലി ലാ അൽഖാകും ഫീ മഖാമി ഹാദാ ബഅദ യൗമി ഹാദാ ബഅദ ആമി ഹാദാ. സ്വഹാബികളെ, ഇസ്മഊനി, എന്നെ ശ്രദ്ധിച്ചു കേൾക്കണമേ. ഇനി ഒരിക്കലൂടെ ഇതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇനി ഒരു ഹജ്ജിലോ മറ്റോ നിങ്ങളെ അഭിമുഖീകരിക്കാൻ എനിക്ക് അവസരം അല്ലാഹു തന്നില്ല എന്ന് വരും. അത് പറഞ്ഞപ്പോഴേക്കും സ്വഹാബിമാർ കരയാൻ തുടങ്ങി. കാരണം പ്രായമായി അവശരായി നിൽക്കുന്ന നബിയല്ല അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63 വയസ്സാകുന്നേ ഉള്ളൂ. ആ പുണ്യ നബി പെട്ടെന്ന് വഫാത്താകുമെന്ന് ആർക്കും തോന്നിയില്ല. ഇസ്മഊനി സുഹാബ, ഞാൻ നിങ്ങളോട് അഭിസംബോധന ചെയ്യുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണമേ. ലഅല്ലി ലാ അൽഖാകും ഫീ മഖാമി ഹാദാ ബഅദ ആമി ഹാദാ. ഈ വർഷത്തിന് ശേഷം ഇനി ഒരിക്കലൂടെ അറഫയുടെ മുന്നിൽ വെച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഞാനുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. ശ്രദ്ധിച്ചു കേൾക്കണേ എന്ന് പറഞ്ഞ ഹബീബായ നബിയുടെ പ്രഭാഷണം നടന്ന സമയം സ്വഹാബിമാർ പൊട്ടിക്കരയുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞപ്പോ മഹാന്മാരായ സ്വഹാബിമാർ പറഞ്ഞു, നബിയേ, اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا.
വിശുദ്ധ ഇസ്ലാം പരിപൂർണമായിരിക്കുന്നു എന്ന ആയത്തിറങ്ങിയപ്പോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഞാൻ ഇസ്ലാം തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇസ്ലാം നിങ്ങൾക്ക് മതമായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന ആയത്തിറങ്ങിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. ആ കരച്ചിൽ കേട്ടപ്പോ സ്വഹാബിമാർ, നബിയേ ഇസ്ലാം പൂർത്തിയായി എന്ന് പറയുമ്പോ സന്തോഷിക്കേണ്ടതിന് പകരം ആ പ്രായമായ മനുഷ്യൻ കരയുന്നുണ്ട് നബിയേ എന്ന് പറഞ്ഞപ്പോ സലൂഹു ലിമാദാ യബ്കി, ഒന്ന് പോയി ചോദിച്ചു നോക്കൂ എന്തിനാണ് കരയുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വരുന്നു, ഇദാ തമ്മ അംറുൻ ബദാ നഖ്സുഹു, ഒരു കാര്യം പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂനതകൾ കണ്ടു തുടങ്ങും. ഒരു കാര്യം സമ്പൂർണമായി കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂനതകൾ കണ്ടു തുടങ്ങും. ഇസ്ലാം സമ്പൂർണമായാൽ ഒരു നഷ്ടം വരാനുണ്ട്, ആ നഷ്ടം ഹബീബിന്റെ മരണമാണ് എന്ന് ആ ആയത്തിലൂടെ മനസ്സിലാക്കിയ സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വഹാബിമാർ പറയുമായിരുന്നു, ഖാന അഫ്ഖഹ മിന്നാ, ഞങ്ങളെക്കാളും ബോധമുള്ള ആളായിരുന്നു സിദ്ദീഖ്. ഞങ്ങൾ ആർക്കും വന്നത് തോന്നിയില്ല ഇസ്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. എത്ര യുദ്ധങ്ങൾ, ബദറും മുഹദും ഖന്തഖും ഹുനൈനും തബൂക്കും എന്തെല്ലാം കഴിഞ്ഞു, ഇസ്ലാം പൂർത്തിയായല്ലേ. സിദ്ദീഖ് ഞങ്ങൾക്ക് വേദന വന്നു. ഒരു കാര്യം പൂർത്തിയായാൽ അതിന്റെ ന്യൂനത കണ്ടു തുടങ്ങും. ഇദാ തമ്മ അംറുൻ ബദാ നഖ്സുഹു, ഉമ്മത്തിന് വരുന്ന ന്യൂനത ഹബീബിന്റെ വിയോഗമാണ്. നബി തങ്ങൾ ഉടനെ വഫാത്താകും എന്ന സൂചന ആ ആയത്തിൽ നിന്ന് വായിച്ചെടുത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വഹാബിമാർ ഇങ്ങനെ പേടിച്ച് കരഞ്ഞു നിൽക്കുന്ന നേരം പുണ്യ നബിയുടെ ഒട്ടകപ്പുറത്ത് നബിതങ്ങളും പിറകിൽ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനായ ഹബീബിന്റെ സ്വഹാബി, വളരെ സൗന്ദര്യമുണ്ടായിരുന്ന ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ എളാപ്പയുടെ മകൻ നബിയുടെ ഒട്ടകപ്പുറത്തിരിക്കുന്നുണ്ട്. താഴെ ഒരു ചെറുപ്പക്കാരി പെണ്ണ് നബിതങ്ങളോട് മസ്അല ചോദിക്കുകയാണ് വാപ്പയുടെ ഹജ്ജിനെ കുറിച്ച്. അപ്പൊ നബിതങ്ങൾ പിറകിൽ നിൽക്കുന്ന ഫദ്ൽ എന്നവർ ഈ പെണ്ണിനെ കാണാതിരിക്കാൻ വേണ്ടി കൈകൊണ്ട് മുഖം മറക്കുന്നത് സ്വഹാബിമാർ കണ്ടു. സ്വഹാബിമാർ കാണുന്നു. തങ്ങൾ മറുപടി പറയുമ്പോ ഫദ്ൽ എന്നവരുടെ മുഖം നബിതങ്ങൾ തിരിക്കുന്നുണ്ട്. നബിതങ്ങൾ അധ്യാപകരാണ്, നബിതങ്ങൾ മുഅല്ലിമാണ്, നബിതങ്ങൾ പഠിപ്പിക്കുന്നവരാണ്. ആ ഒരു സ്വാതന്ത്ര്യം നബിതങ്ങൾക്കുണ്ട്. തങ്ങൾ നബിയും മുർസലുമാണ്, ഈ ഉമ്മത്തിന്റെ ഉമ്മയാണ്, ഉപ്പയാണ് നബിതങ്ങൾ. അൻസ ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിഥല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഇതല്ലയോ ഹബീബിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. പുണ്യനിബിതങ്ങൾ ഹജ്ജ് നടക്കുമ്പോ അറഫ ദിനത്തിൽ സ്വഹാബിമാർ തേങ്ങിക്കരയുമ്പോ ആ ഹജ്ജിന് വന്നവർ നമ്മളെപ്പോലെ ഇൽമില്ലാത്തവരല്ല. ഹബീബിന്റെ മുഖത്ത് നിന്ന് നുബുവത്തിന്റെ നൂറ് കണ്ട മഹാന്മാർ. 1,23,000 ആളുകൾ നിൽക്കുന്ന സദസ്സിലാണ് ഫദ്ൽ ഇബ്നു അബ്ബാസ് തങ്ങളുടെ മുഖം നബി തങ്ങൾ മറച്ചു പിടിക്കുന്നത്. എന്തിനായിരുന്നു നബിയേ ആ പെണ്ണിനങ്ങ് മറുപടി കൊടുക്കുമ്പോ ഫദ്ൽ ഇബ്നു അബ്ബാസ് എന്നവരുടെ മുഖം നിങ്ങൾ തിരിച്ചു കളഞ്ഞത് എന്ന് ചോദിച്ചതിന് നബി തങ്ങൾ കൊടുത്ത മറുപടി ഓർക്കേണമേ. റഅയ്തു ശാബ്ബൻ വശാബ്ബ, ഒരു യുവാവിനെയും ഒരു യുവതിയെയും ഞാൻ കാണുന്നു. ഒരു യുവതിയാണ് ചോദിക്കുന്നത്, ഒരു യുവാവാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഫലമ്മ ഉമന്ന അലൈഹിമ ശൈത്വാൻ, അവർ രണ്ടുപേർക്കും ഇടയിൽ പിശാച് വരുമോ എന്ന് ഞാൻ പേടിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഹജ്ജിന്റെ വേളയിലാണ് എന്ന് മനസ്സിലാക്കണം. ഒരു വാദിന്റെ സദസ്സിലല്ല, ഒരു തിയേറ്ററിലല്ല, ഒരു ഗ്രൗണ്ടിലല്ല, കളി കാണുന്നിടത്തല്ല. ഹജ്ജ് നടക്കുമ്പോൾ പുണ്യനബി പേടിച്ചുപോയി. ഒരു അന്യ പെണ്ണിനെ ഒരു പുരുഷൻ കാണുകയും അവർക്കിടയിൽ പിശാച് പ്രവർത്തിക്കുകയും ചെയ്ത് അവരിൽ തിന്മ സംഭവിക്കുമോ എന്ന് ഞാൻ പേടിച്ചുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഈ ഉമ്മത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഉപദേശമാണ്. ഇതൊരു നസീഹത്താണ്. ഹജ്ജിന്റെ സമയത്ത് പോലും അങ്ങനെ സംഭവിക്കാം. നമ്മൾ ഉംറക്ക് പോയാൽ പോലും നമ്മുടെ കണ്ണുകളിലൂടെ ഹറാമുകൾ സംഭവിക്കാം. ഹജ്ജിന് പോയാൽ ഹറാമുകൾ കാണേണ്ട അവസരങ്ങൾ ഉണ്ടാകാം, കാണാൻ പാടില്ലാത്തവരെ കാണേണ്ടി വന്നേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ശരീരങ്ങളെ സൂക്ഷിക്കണമേ, കണ്ണുകളെ സൂക്ഷിക്കണമേ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പേരക്കുട്ടിയും തങ്ങളുമായ ഫദ്ൽ ഇബ്നു അബ്ബാസ് എന്നവരെ മുഖം മറച്ചുകൊണ്ട് നബി തങ്ങൾ സൂക്ഷ്മത കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്രത്തോളം എത്ര വലിയ സൂക്ഷ്മത കാണിക്കാൻ കടപ്പെട്ടവരാണ്.
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങൾ വഫാത്തായതിനു ശേഷം സങ്കടപ്പെട്ട രംഗം അസ്മാ ബീവി ചോദിച്ചില്ലേ? അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, ബീവി നിങ്ങൾ എന്തിനായി കരയുന്നത്? അസ്മാ ബീവിക്കറിയാം ഫാത്തിമ ബീവി 6 മാസമായപ്പോൾ ഹബീബായ തങ്ങളുടെ വിയോഗത്തിൽ സങ്കടപ്പെട്ട് കഴിയുന്ന ബീവി. നബിയുടെ കുടുംബത്തിൽ നിന്ന് ആദ്യം വഫാത്താകുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണെന്ന് പുണ്യനബി പറഞ്ഞിട്ടുമുണ്ട്. 20 വയസ്സുള്ളപ്പോഴാണ് ഫാത്തിമ ബീവി ലോകത്തോട് വിട പറയുന്നത്. മരണത്തിന്റെ ലക്ഷണം കണ്ടു തുടങ്ങിയപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞപ്പോ അസ്മാ ബീവി ചോദിച്ചു, എന്റെ സഹോദരിമാരെ, പെങ്ങന്മാരെ, ഉമ്മമാരെ, നമ്മുടെ വസ്ത്രവിധാനങ്ങളിൽ കോളേജിൽ പോകുന്നവർ, ഹോസ്റ്റലിൽ താമസിക്കുന്നവർ, യാത്രക്ക്, കല്യാണത്തിന്, സൽക്കാരത്തിനൊക്കെ പോകുമ്പോൾ നമ്മുടെ വസ്ത്രവിധാനങ്ങളെ എത്രത്തോളം സൂക്ഷിക്കണമെന്ന് ഇതിലേറെ വലിയൊരു ഉപദേശം ഇനി ഉമ്മത്തിന് കിട്ടാനില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അസ്മാ, മരണം പേടിച്ചുകൊണ്ടല്ല ഞാൻ കരയുന്നത്. എൻ്റെ പേടി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജനാസ 3 കഫംപുടയിൽ പൊതിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരം ജനങ്ങൾ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജനാസ ഇങ്ങനെ പരന്നല്ലേ കിടക്കുന്നത്. എൻ്റെ മയ്യത്ത് എത്രത്തോളം മറയിലാണെങ്കിലും വസ്ത്രം കൊണ്ട് പുതച്ചിരിക്കുകയാണെങ്കിൽ പോലും എൻ്റെ ശരീരം, എൻ്റെ ജനാസ ഈ ഒരു പലകക്ക് മുകളിൽ കൊണ്ടുപോകുമ്പോ ഫാത്തിമ എന്ന എൻ്റെ ശരീരത്തിന്റെ വണ്ണവും വലുപ്പവും അങ്ങാടിയിലുള്ള മനുഷ്യന്മാര് കാണില്ലയോ? എനിക്ക് പേടിയാവുന്നു. കാരണം അന്ന് മയ്യത്ത് കട്ടിലുകൾക്ക് സൈഡിൽ തടവുകളില്ലായിരുന്നു, മറവില്ലായിരുന്നു, ഒരു പലക പോലെയായിരുന്നു. അപ്പോഴാണ് അസ്മാ ബീവി പറഞ്ഞത്, ഫാത്തിമ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് അങ്ങനെ വേദനയുണ്ടെങ്കിൽ, ഞാൻ എത്യോപ്യയിൽ പോയ പെണ്ണാണ്. എത്യോപ്യയിലെ മുസ്ലിമീങ്ങൾ അവിടെ ജനാസ ചെയ്യുന്ന സമയത്ത് മറവ് ചെയ്യുമ്പോ അവര് മയ്യത്ത് കട്ടിലിന്റെ സൈഡുകളിൽ പലകകൾ വെക്കാറുണ്ട്, മറയുണ്ടാകാൻ. അതുകൊണ്ട് ഫാത്തിമ, നിങ്ങളുടെ ജനാസ കൊണ്ടുപോകുമ്പോ ആ ജനാസയുടെ പലകയുടെ 2 അറ്റത്തും 2 പലകകൾ വെച്ച് അതിനിടയിൽ നിങ്ങളെ കിടത്തിയാൽ നിങ്ങൾക്ക് സമാധാനമാവൂലേ? അത് മതി അസ്മാ, എൻ്റെ ശരീരം ആണുങ്ങൾ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ മരിച്ചു പോകുന്ന രംഗത്താണെങ്കിൽ പോലും എന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് എങ്ങനെയാണ് ജനാസ കട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് അസ്മാ ബിൻതു ഉമൈസ്, ജഅഫർ എന്നവരുടെ ഭാര്യയായിരുന്നവര്, അവര് 4 പലക കൊണ്ട് വന്ന് കാണിച്ചു കൊടുത്തിട്ട്, ഇങ്ങനത്തെ കട്ടിലാണ് ഫാത്തിമ നിങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്തപ്പോഴാണ് അൽ ആന ത്വാബ ഖൽബി, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഒരു പെണ്ണിന്റെ ശരീരം എങ്ങനെ സൂക്ഷിക്കണമെന്ന് പുണ്യ നബിയുടെ മോളാണ് ഈ പഠിപ്പിച്ചത്. അഷ്റഫുൽ ഖൽഖിന്റെ മോള് 20 വയസ്സുള്ള പ്രായമാണത്. 20 വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോ ആ യൗവനത്തിൽ അച്ചടക്കത്തിൽ നടന്ന ബീവി മരണപ്പെടുമ്പോഴെങ്കിലും എൻ്റെ ശരീരം റാപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ, കഫൻ ചെയ്യുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ വണ്ണവും നീളവും പുരുഷന്മാർ, അന്യ ആളുകൾ കാണുന്നില്ലയോ? അതെനിക്ക് പേടിയാവുന്നു, അതുകൊണ്ട് ഞാൻ കരയുന്നത് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സങ്കടം പറഞ്ഞതിൽ പിന്നെയാണ് നമ്മുടെ മയ്യത്ത് കട്ടിലുകൾക്ക് തടവുകൾ ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാറില്ലേ, എന്റെ വീട്ടിലാണ് ഹബീബായ നബി വഫാത്തായത്. മാ ബൈന നഹ്രി വഹിജ്രി, എന്റെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടാണ് ഹബീബ് വഫാത്തായത്. ആ ഭാഗ്യം എനിക്കല്ലാതെ ആർക്കാണ് കിട്ടിയത്? എന്റെ റൂമിലാണ് ഹബീബിനെ മറവ് ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ റൂമിൽ, ഹബീബായ തങ്ങൾ ആയിഷ ബീവിയുടെ റൂമിൽ. എവിടെയാണോ അമ്പിയാക്കന്മാർ വഫാത്താകുന്നത് അവിടെയാണ് അവർക്ക് ഖബർ കുഴിക്കേണ്ടത് എന്ന നിയമമുണ്ട്. അതുകൊണ്ട് നബി തങ്ങൾ എവിടെയാണോ വഫാത്തായത് അത് ആയിഷ ബീവിയുടെ ഹുജറയായിരുന്നു, റൂമിലാണ്. അവിടെയാണ് ഹബീബിന്റെ റൗള കിടക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി തങ്ങൾ അവിടെ കിടക്കുമ്പോൾ എൻ്റെ ഭർത്താവാണ് അവിടെ കിടക്കുന്നത്. സ്വാഭാവികമായും ഞാൻ വീട്ടിൽ ധരിക്കുന്ന സാദാ വസ്ത്രമിട്ടുകൊണ്ട് ആ റൂമിലേക്ക് പോകാറുണ്ട്. അത് കഴിഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത് എൻ്റെ ഉപ്പയാണ്. എൻ്റെ ഉപ്പ അവിടെ വന്ന് കിടന്നപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ തൊട്ടരികത്ത് ഉപ്പാക്ക് ഖബർ കുഴിച്ചപ്പോ, അപ്പോഴും ഞാൻ എൻ്റെ വസ്ത്രം വീട്ടിൽ ഒരു ജോലിക്കിടുന്ന സമയം, ജോലി ചെയ്യുന്ന സമയം കഴുത്തു മുടിയൊക്കെ കണ്ടുപോകുന്ന, അല്ലെങ്കിൽ കൈകാലുകൾ ചില ഭാഗങ്ങൾ കണ്ടുപോകുന്ന വസ്ത്രം ഞാൻ ഇട്ടുകൊണ്ട് പോകാറുണ്ട്. ഒന്നെൻ്റെ ഭർത്താവാണ്, മറ്റൊന്നെൻ്റെ ഉപ്പയാണ്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ
ആ റൂമിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഇല്ലാ വമശ്ദൂദത്തുൻ അലയ്യ സിയാബി, അച്ചടക്കത്തോടെ ഹിജാബ് ധരിച്ചുകൊണ്ടാണ് പിന്നെ ഞാൻ ആ റൂമിലേക്ക് ചെന്നത്. കാരണം എനിക്ക് കാണാൻ പാടില്ലാത്ത ഉമർ എന്നവർ അവിടെ കിടക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്ന പോലെ ഖബറിൽ കിടക്കുന്ന ഉമർ എന്നവർ എൻ്റെ ഉപ്പയോ എനിക്ക് മഹ്റമോ അല്ലല്ലോ. മറ്റൊന്ന് എൻ്റെ ഉപ്പയാണ്, ഇവിടെ കിടക്കുന്ന എൻ്റെ ഹബീബായ എൻ്റെ ഭർത്താവാണ്. പക്ഷെ ഉമർ എന്നവർ എനിക്ക് ആ ബന്ധമുള്ളവരല്ല. അതുകൊണ്ട് ഉമർ എന്നവരുടെ മുമ്പിൽ അച്ചടക്കം പാലിക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹാ വഫാത്തായി കിടക്കുന്ന 3 ഖബറുകൾ അവിടെ വന്നപ്പോ അതിലൊന്ന് ഉമർ തങ്ങളുടേതായപ്പോ സാധാരണ ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ വസ്ത്രവിധാനം ചെയ്യുന്ന പോലെയാണ് ഞാൻ കടന്നു ചെന്നിരുന്നത് എന്ന് പഠിപ്പിക്കുന്നത്. എന്തിനാണെന്നറിയോ? ഈ ഉമ്മത്ത് അനുഷ്ഠിക്കേണ്ട പാലിക്കേണ്ട അച്ചടക്കത്തിന്റെ അങ്ങേ അറ്റമാണ് ആയിഷത്തു സിദ്ദീഖ അൽ മുബറഅത്തി മിൻ ഫൗഖി സബ്ഇ സമാവാ. 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് നിരപരാധിയാണ്, കുറ്റക്കാരിയല്ല, പരിശുദ്ധയാണ് എന്ന് 11 ആയത്തുകളിലൂടെ അല്ലാഹു ആയത്തിറക്കിയ മഹദിയല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. അവര് പഠിപ്പിക്കുന്നത് സുന്നത്താണ്, അവര് പഠിപ്പിക്കുന്ന ഹബീബിന്റെ ചര്യയാണ്, അവര് പഠിപ്പിക്കുന്ന ശരീഅത്തുൽ ഇസ്ലാമാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമ്മള് എത്രത്തോളം അച്ചടക്കം പാലിക്കണമെന്ന് ഈ 2 സംഭവങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുക. വിശദീകരിച്ച് പറയേണ്ടതില്ലല്ലോ. കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. പുരുഷന്മാർ കണ്ണുകൾ ചിമ്മണമെന്ന് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു. കണ്ണുകൾ ചിമ്മേണമേ. നമ്മുടെ ഗാഡ്ജറ്റുകൾ, നമ്മുടെ മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകൾ, നമ്മുടെ കണ്ണുകൾ ഇത്രമേൽ നശിക്കാൻ കാരണം കണ്ണുകളിലൂടെ കയറി ചെല്ലുന്നതാണ് ചിന്തയായി മാറുന്നത്. കണ്ണുകളിലൂടെ കാണുന്നതാണ് നമ്മുടെ സംസ്കാരമായി മാറുന്നത്. മുഅ്മിനീങ്ങളോട് പറയണേ നബിയേ, അവർ കാണുന്നത് മുഴുവൻ അവർക്ക് നോക്കാനുള്ളതല്ല. യഗുല്ലൂ മിൻ അബ്സാരിഹിം, ചിലതെങ്കിലും കാണുന്നിടത്തവർ കണ്ണു ചിമ്മേണ്ടവരാണ്. വയഹ്ഫളൂ ഫുറൂജഹും, അവർ ചാരിത്രശുദ്ധി പാലിക്കേണ്ടവരാണ് എന്ന് മുഅ്മിനീങ്ങളോട് പറയണമേ നബിയേ. നമ്മളോടുള്ള ഉപദേശമാണ്. ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിലെ കൊച്ചുകുട്ടിന്റെ കയ്യിൽ പോലും മൊബൈൽ ഫോൺ ഉള്ളപ്പോ നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞ ആയത്തിന്റെ പ്രസക്തി എത്ര വലുതാണ്. മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് പറയണേ നബിയേ, ചിലത് അവരും കാണാൻ പാടില്ലാത്തതാണ്, അവരോടും കണ്ണു ചിമ്മാൻ പറയണേ നബിയേ. ഈ സാരോപദേശങ്ങൾ എന്തിനാന്നറിയോ? നമ്മുടെ പരലോകം രക്ഷപ്പെടാൻ, നമ്മുടെ മരണം റാഹത്തിലാവാൻ, നമ്മുടെ ഖബറിനുള്ളിൽ അല്ലാഹു സ്വർഗം തരാൻ. നമ്മളെ വിഷമിപ്പിക്കാനല്ല, നമ്മളെ വേദനിപ്പിക്കാനല്ല. പിശാചിന്റെ ദുർബോധനങ്ങളിലൂടെ നമ്മുടെ മനസ്സുകളെ മലീമസമാക്കി നമ്മുടെ ഇബാദത്തുകളെ നശിപ്പിച്ചു കളയാതിരിക്കാൻ, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ. അല്ലാഹുവേ അദ്ദീനു വന്നസീഹ, ദീൻ എന്ന് പറയുന്നത് സാരോപദേശമാണ്. അത് വിശുദ്ധ ഖുർആനിലൂടെ, ഹദീസിലൂടെ, പണ്ഡിത വചനങ്ങളിലൂടെ, വഅദിലൂടെയും ഉപദേശങ്ങളിലൂടെയും പരസ്പരം നിങ്ങൾ കേട്ടതും അറിഞ്ഞതും സ്നേഹത്തോടെ വെറുപ്പുണ്ടാക്കാത്ത വിധം പരസ്പരം ഉണർത്തി കൊടുക്കണമേ. സാരോപദേശം ഈമാനുള്ളവർക്ക് ഉപകരിക്കും. അല്ലാഹു മുഅ്മിനീങ്ങളിൽ ഉപകാരപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.